നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. മുസ്ലിം സമുദായത്തിന്റെ വിവാഹം ധൂർത്തും അനിസ്ലാമിക ആചാരങ്ങൾ കൊണ്ടും മലീമസമായി കൊണ്ടിരിക്കുകയാണ്. വിവാഹം എന്നത് ഏറ്റവും പവിത്രമായ ഉടമ്പടിയാണ്, ഇബാദത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, അൻ നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, എന്റെ ചര്യയിൽപ്പെട്ടതാണ്. ആ സുന്നത്തിനെയാണ്, ആ പവിത്രമായ ഇബാദത്തിനെയാണ് തോന്നിവാസങ്ങൾ കൊണ്ട്, ഹറാമുകൾ കൊണ്ട് വികലമാക്കുന്നത്. കരുണാകപ്പള്ളിയിൽ നടന്ന ഒരു വിവാഹ ആഭാസത്തരം വിവാഹത്തെ ആഭാസമാക്കുന്നു. ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം നടക്കുന്നു. നാം നമ്മുടെ സഹോദര സമുദായത്തെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. ഇത് അനിവാര്യമാണ്, ആവശ്യമാണ്. എന്നാൽ മതങ്ങളെ കൂട്ടിക്കലർത്തിയല്ല മതസൗഹാർദ്ദങ്ങൾ സൃഷ്ടിക്കേണ്ടത്. സ്വന്തം മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ ഒരു പ്രതിജ്ഞയാണ് ഓരോ നമസ്കാരത്തിലും നാം എടുക്കുന്നത്. ഹനീഫൻ മുസ്ലിമൻ, അതായത് വക്രതയില്ലാതെ, മറ്റു മതങ്ങളിലേക്ക് ചായാതെ ചരിയാതെ സ്വന്തം ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കരുണാകപ്പള്ളിയിൽ ഈ വിവാഹം നടന്നത് അങ്ങേയറ്റം ഖേദകരവും ലജ്ജാവഹവുമാണ്. ഇത്തരം ധൂർത്തൻ വിവാഹങ്ങൾക്കെതിരെ മഹല്ലുകൾ നടപടിയെടുക്കണം. ഈ വിഷയത്തിൽ ആർജവം കാട്ടി പ്രമുഖ പണ്ഡിതനായ അഹമ്മദ് കബീർ ബാക്കവി അദ്ദേഹം തന്റെ സ്ഥാനമൊഴിയുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പണ്ഡിതന്മാർ ഈ ആഭാസത്തിനെതിരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് വരണം. ഇത്തരം വിവാഹങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കരുത്. മഹല്ലുകൾ ഇതിന് കൂട്ടുനിൽക്കരുത്. അഹമ്മദ് കബീർ ബാക്കവി തന്റെ സ്ഥാനമൊഴിഞ്ഞുകൊണ്ട് അതിന് പ്രതിഷേധം അറിയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതികളാണ്, നിലപാടുകളാണ് ഓരോ പണ്ഡിതന്മാരും സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله على محمد صلى الله